ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വെറൈറ്റി വേൾഡ് ഡിസൈൻസ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ലൈനിങ് വെച്ചിട്ടുള്ള ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു കട്ടിങ് വീഡിയോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വിട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കണ്ട് ഈ ഒരു സ്റ്റിച്ചിങ് വീഡിയോ കൂടി കണ്ട് ഇതുപോലെ ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ബ്ലൗസ്. അപ്പോൾ നമ്മൾ ലൈനിങ്ങിൽ മാത്രമാണ് കട്ടിങ്ങൊക്കെ കട്ട് ചെയ്തെടുത്തത്. ഇനി ഇതേപോലെ മറിച്ചിട്ട് ഈ ഒരു അടയാളപ്പെടുത്തിയ ഭാഗം അടുത്ത ഭാഗത്തേക്കും പതിക്കുക. അപ്പോൾ എന്നും പറയുന്നത് പോലെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ അടയാളപ്പെടുത്തിയ എല്ലാ അടുത്ത പാർട്ടിലേക്കും ഒരു കർപ്പ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മെയിൻ ക്ലോത്ത് നിർത്തി വെച്ച് അതിന് മുകളിൽ ഈ ഒരു ലൈനിങ് പീസ് വെച്ച് കറക്റ്റാക്കി വെച്ചതിന് ശേഷം എല്ലാ ഭാഗത്തു കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ലൈനിങ്ങും മെയിൻ ക്ലോത്തും അറ്റാച്ച് ചെയ്യുക. അപ്പം മെയിൻ ക്ലോത്തിൻ്റെ ചീത്തവശത്തായിരിക്കണം ലൈനിങ് വെക്കേണ്ടത്. ഇതുപോലെ നിവർത്തി വെച്ച് നമ്മുടെ ലൈനിങ് ഇതിന് മുകളിൽ വെച്ച് ഷോൾഡറിൻ്റെ അവിടെ നമ്മൾ ടെക്ക് മാർക്ക് കൊടുത്തിരുന്നു, ഒരു നോച്ചിട്ട് അടയാളപ്പെടുത്തിയിരുന്നു. അത് കറക്റ്റാക്കി പിടിച്ച് ഷോൾഡറിൻ്റെ അവിടെയൊക്കെ കറക്റ്റാക്കി വെച്ച് പിൻ ചെയ്തതിന് ശേഷം ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്ത് വരാം. കണ്ടല്ലോ, ഇതുപോലെ നല്ല കറക്റ്റാക്കി വെക്കുക. എന്നിട്ട് ഷോൾഡർ മുതൽ എല്ലാ ഭാഗവും ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്ത് വരാം. കണ്ടല്ലോ, ലൈനിങ്ങിൽ മാത്രമാണ് നമ്മൾ കട്ടിങ് കട്ട് ചെയ്തത്. അപ്പോൾ കണ്ടല്ലോ, ഇതുപോലെ എല്ലാ ഭാഗത്തും ഇതുപോലെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ടാണ് നമ്മൾ ലൈനിങ്ങുമായി അറ്റാച്ച് ചെയ്തത്. അപ്പോൾ കണ്ടല്ലോ, ഇത് നമ്മൾ ഫുള്ളായിട്ടൊന്ന് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, ഈ ഒരു കൈക്കുഴിയുടെ ഭാഗത്തൊക്കെ ഏറെ വന്നിട്ടുള്ളതൊക്കെ കട്ട് ചെയ്യുക. അതേപോലെ കട്ടിങ്ങിൻ്റെ ഈ ഭാഗം കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതൊക്കെ കൃത്യമായി കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് നെക്കൊക്കെ ഒന്ന് കട്ട് ചെയ്യാനുണ്ട്. ഇതുപോലെ ഫുള്ള് അറ്റാച്ച് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇത് 2 ഫോൾഡറാക്കി സാധാരണ വെക്കുന്നത് പോലെ വെച്ച് നെക്ക് കട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ലൈനിങ്ങിൽ നമുക്ക് ആദ്യമേ നെക്ക് കട്ട് ചെയ്യാം, പക്ഷേ ഇത് ഓർഗൻസ ക്ലോത്ത് ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ അറ്റാച്ച് ചെയ്തതിന് ശേഷം കട്ട് ചെയ്യുന്നത്. കണ്ടല്ലോ, ഇതുപോലെ കട്ടിങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ കട്ടിങ്ങിലാണ് നമ്മൾ ലൈനിങ്ങിൻ്റെ കട്ടിങ് വെച്ച് മറിച്ച് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഏറെ വന്നിട്ടുള്ള കൈക്കൂടെ ഭാഗവും എല്ലാം കട്ട് ചെയ്തെടുത്തു. കണ്ടല്ലോ, ഈ ഒരു കട്ടിങ്ങിൽ നമ്മൾ ഇനി നല്ല വശത്ത് ലൈനിങ്ങിൻ്റെ കട്ടിങ് വെച്ച് അതിൻ്റെ താഴെ 1/2 ഇഞ്ച് അല്ലെങ്കിൽ 1/4 ഇഞ്ചിൽ അറ്റാച്ച് ചെയ്യുക. ഇതേപോലെ വെച്ച് താഴെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. കണ്ടല്ലോ, ഇതുപോലെ നല്ല വശത്ത് ലൈനിങ്ങിൻ്റെ പീസ് വെച്ച് അതിൻ്റെ എഡ്ജൊന്ന് സ്റ്റിച്ച് ചെയ്ത് മറിച്ചിടുക. അപ്പോൾ കണ്ടല്ലോ, നമ്മൾ കട്ടിങ് സ്റ്റിച്ച് ചെയ്തു. ഇനി ഇതുപോലെ പ്രസ് ചെയ്ത് ഇതുപോലെ മറിച്ചിട്ടു. കണ്ടല്ലോ, അപ്പോൾ നല്ല വശം മെയിൻ ക്ലോത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് കറക്റ്റാക്കി വെച്ചതിന് ശേഷം അതിൻ്റെ ഷേപ്പ് വന്നിട്ടുള്ള ഭാഗം കറക്റ്റാക്കി ഒന്ന് അറ്റാച്ച് ചെയ്യുക. കണ്ടല്ലോ, ഇതുപോലെ കട്ടിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ മടക്കി വെച്ചതിൻ്റെ മിഡിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നെക്ക് കട്ട് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ 2 ഫോൾഡറാക്കി വെച്ചതിന് ശേഷം ഫ്രണ്ട് നെക്ക് നമ്മൾ ഓൾറെഡി അതിൽ വരച്ചിട്ടുണ്ട്. ഇനി ബാക്ക് നെക്ക് ഈ ഒരു ബാക്ക് വശത്തേക്ക് വരച്ച് കട്ട് ചെയ്തെടുക്കുക. നെക്ക് കട്ട് ചെയ്തതിന് ശേഷം ഫ്രണ്ട് ഭാഗത്ത് അതിൻ്റെ മിഡിൽ കട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടോ, മനസ്സിലാവുന്നുണ്ടോ, എന്തായാലും കമൻറ്റ് അറിയിക്കണേ. അപ്പോൾ നമ്മൾ ഇത് വരച്ചപ്പോൾ നമ്മൾ ഫ്രണ്ട് ഭാഗത്ത് മാത്രമാണ് ബാക്ക് പാർട്ടിൻ്റെയും ഫ്രണ്ട് പാർട്ടിൻ്റെയൊക്കെ നെക്ക് നമ്മൾ അടയാളപ്പെടുത്തിയത്. ഇനി ബാക്ക് പാർട്ടിൻ്റെ നെക്ക് ബാക്കിലേക്ക് ഇതേപോലെ വരച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും നെക്ക് കട്ട് ചെയ്യാം. കണ്ടല്ലോ, ഇതേപോലെ നമ്മൾ വരച്ചെടുത്തു. ഇനി ഈ ഒരു ഭാഗത്തല്ലേ നമ്മളിങ്ങനെ വരച്ചത്, ഇനി അടുത്ത ഭാഗത്തേക്ക് അത് പ്രസ് ചെയ്ത് അടയാളം അവിടേക്കും പകർത്തുക. ഇതേപോലെ വെച്ച് പകർത്തി അപ്പുറത്തുള്ള ഭാഗത്ത് വന്ന ആ ലൈനിലൂടെ ഒന്ന് കട്ടിയിൽ വെച്ച് കൊടുക്കുക.
കണ്ടില്ലേ, ഇതേപോലെ നമ്മൾ വരച്ചെടുത്തു. ഇനി നമുക്ക് ഇത് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ 2 ഫോൾഡറാക്കി വെച്ചതിന് ശേഷം കട്ട് ചെയ്യാം. അപ്പോൾ അതേപോലെ നെക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി നെക്കിൻ്റെ ആ ഷോൾഡർ അറിയാൻ വേണ്ടി ഈ ഒരു ഭാഗം പിടിച്ചൊരു നോച്ചിട്ട് അടയാളപ്പെടുത്തുക. എന്നാലാണ് നമുക്ക് ഷോൾഡർ അറ്റാച്ച് ചെയ്യുമ്പോൾ ആ ഒരു ഭാഗം നമുക്ക് മനസ്സിലാവുള്ളൂ. കണ്ടല്ലോ, ഇനി ഇതേപോലെ നിവർത്തി വെച്ച് ഈ ഷോൾഡർ ഒന്ന് അറ്റാച്ച് ചെയ്യുക. കണ്ടല്ലോ, നമ്മൾ നോച്ചിട്ട് അടയാളപ്പെടുത്തിക്കൊണ്ട് സുഖമാണ്. ഇങ്ങനെ പിടിച്ച് അവിടെ 1/2 ഇഞ്ചിൽ ഷോൾഡർ അറ്റാച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് കട്ട് ചെയ്യേണ്ടി വരില്ല. ഷോൾഡർ അറ്റാച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു ഫ്രണ്ട് പാർട്ടിൻ്റെ മിഡിൽ ഓപ്പൺ ആക്കാനുണ്ട്, ഹുക്ക് വെക്കാനുള്ള ബാൻഡ് പിടിപ്പിക്കാൻ. അപ്പോൾ കണ്ടല്ലോ, ഇതേപോലെയാണ് നമുക്ക് നമ്മളെ ഈ ഒരു കട്ടിങ് വെച്ച് കൊടുക്കാനുള്ളത്. കണ്ടല്ലോ, അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ ഈ ഒരു മിഡിൽ ഭാഗം ഒന്ന് കട്ട് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത് തീരെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അറിയുന്ന പോലാണെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോയാൽ മതി. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്യട്ടെ. അല്ലെങ്കിൽ നല്ല അറിയണമല്ലാണെങ്കിൽ ഇപ്പോൾ ഇതൊന്നും കാണില്ലല്ലോ. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയാണ് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പോൾ ഇതേപോലെ എല്ലാവർക്കും ചെയ്ത് പഠിക്കട്ടെ. കണ്ടില്ലേ, നമ്മുടെ ടക്ക് മാർക്ക് ഇപ്പോൾ 2 ഭാഗത്തും നമ്മൾ പകർത്തിയിരുന്നു. ഇനി ആദ്യം നമ്മൾ ഓരോ ടക്ക് മാർക്കും ഇങ്ങനെ ഇതേപോലെ പിടിച്ച് സ്റ്റിച്ച് ചെയ്യുക. കണ്ടല്ലോ, നമ്മൾ അടയാളപ്പെടുത്തിയ അതേ അളവിൽ തന്നെ 3 ടക്ക് മാർക്കും സ്റ്റിച്ച് ചെയ്തെടുത്ത് വരാം. അപ്പോൾ നമ്മളെ കട്ടിങ് ഇവിടെ 2 പീസാക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ മിഡിൽ കണക്കാക്കി വെച്ച് അതിൻ്റെ മിഡിലൊന്ന് കട്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് ടക്ക് മാർക്കൊക്കെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഈ കട്ടിങ് അറ്റാച്ച് ചെയ്യുക. അപ്പോൾ നമ്മുടെ ടക്ക് മാർക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കട്ടിങ് ഇതേപോലെ വെച്ച് 1/2 ഇഞ്ചിൽ ഇതേപോലെ കറക്റ്റാക്കി വെച്ച് ആ ഒരു ടക്ക് മാർക്ക് ഇങ്ങനെ പിടിപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ മറിക്കുക. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യല്. അപ്പോൾ സ്റ്റിച്ചിങ്ങിൻ്റെ ഒരിത് കാണിക്കുന്നില്ല, സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കാണിക്കുന്നു. കണ്ടല്ലേ, നമ്മൾ ടക്ക് മാർക്കൊക്കെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ആ ഒരു കട്ടിങ് അവിടെ അറ്റാച്ച് ചെയ്തു. ഇനി നമുക്ക് ബാൻഡ് അറ്റാച്ച് ചെയ്യാനുണ്ട്. 1.5 പീസ് 2.5 പീസ് ബാൻഡ് നമ്മൾ കട്ട് ചെയ്തില്ലേ, അതൊന്ന് അറ്റാച്ച് ചെയ്യാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വലത് ഭാഗത്താണ് നമുക്ക് ഒരു കൊളുത്തിൻ്റെ 1.5 പീസ് അറ്റാച്ച് ചെയ്യേണ്ടത്. അത് നമുക്ക് നല്ല ഭാഗത്ത് നിന്നും അറ്റാച്ച് ചെയ്തതിന് ശേഷം ഉള്ളിലേക്ക് മറിച്ച് സ്റ്റിച്ച് ചെയ്യുക. അതേപോലെ 2.5 പീസ് ഇടത് ഭാഗത്ത് ചീത്തവശത്ത് നിന്നും സ്റ്റിച്ച് ചെയ്ത് ഹുക്ക് വെക്കാനുള്ള സ്റ്റിച്ചിങ് ചെയ്യുക. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വേറെ വീഡിയോയിലൊക്കെ വിട്ടിട്ടുണ്ട്. അപ്പം വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, അതൊക്കെ പോയി കാണുക. കണ്ടില്ല, 1.5 പീസ് ഇതേപോലെ നല്ല ഭാഗത്ത് നിന്ന് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഉള്ളിലേക്ക് മറിച്ച് ചെയ്യുക. അതേപോലെ 2.5 പീസിൻ്റെ ബാൻഡ് ഇടതുവശത്ത് ചീത്തവശത്ത് ഇതേപോലെ ബാൻഡ് വെച്ച് ഹുക്ക് ഇടാനുള്ള ഹോൾസ് ഉണ്ടാക്കുക. അപ്പോൾ ഇതിൻ്റെ മുന്നേ ബ്ലൗസ് സ്റ്റിച്ചിങ് വീഡിയോ ഒക്കെ വിട്ടിട്ടുണ്ട്, അതൊക്കെ പോയി കാണണേ. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ അതൊക്കെ പോയി കാണുക. അപ്പോൾ കണ്ടില്ലേ, നമ്മളിവിടെ ഹുക്ക് വെക്കാനുള്ള ഭാഗവും കൊളുത്ത് വെക്കാനുള്ള ഭാഗവും ഒക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തു. കണ്ടല്ലോ, ഇനി നമുക്ക് അടുത്തതായിട്ട് സ്ലീവ് അറ്റാച്ച് ചെയ്യാനുണ്ട്. സ്ലീവ് അറ്റാച്ച് ചെയ്തതിന് ശേഷം നെക്ക് ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് തുന്നിയെടുക്കുക. അങ്ങനെ അപ്പം വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്യുക. അതേപോലെ ബാക്കിൽ നമുക്ക് ടക്ക് മാർക്ക് കൊടുക്കാനുണ്ട്. അതിനുവേണ്ടി നടുവിന്ന് 4 ഇഞ്ച് അകലത്തിൽ ടക്ക് മാർക്ക് മുകളിലേക്ക് വരച്ചെടുക്കുക. നാലിഞ്ച് അകലത്തിൽ വീതി എടുത്ത് മുകളിലേക്ക് 7 ഇഞ്ച് ലെങ്ത്തിൽ ഇതേപോലെ ടക്ക് മാർക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തു.
കണ്ടില്ല, ഇതേപോലെ ബാക്കിൽ നമ്മൾ ബ്ലൗസിന് ടെക്ക് മാർക്ക് ഇട്ടാൽ നല്ലൊരു ഷേപ്പിൽ നമുക്ക് കിട്ടും കേട്ടോ. ഇനി നമുക്ക് അടുത്തതായിട്ട് സ്ലീവ് അറ്റാച്ച് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫ്രണ്ട് പാർട്ടിൽ നമ്മൾ ബോഡി ആം ഹോള് ഉള്ളിലേക്ക് കുഴിച്ച് വെട്ടിയിട്ടുണ്ട്. അപ്പോൾ സ്ലീവ് അതേപോലെ ഉള്ളിലേക്ക് കുഴിച്ച് വെട്ടാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടി നല്ല ഭാഗവും ഇതുപോലെ ചേർത്ത് വെച്ച് ഒരു സൈഡിൽ നമുക്ക് ആ ഒരു മിഡിൽ ഭാഗത്ത് നിന്നും 1/2 ഇഞ്ച് കഴിഞ്ഞതിന് ശേഷം കുറച്ച് കുഴിച്ച് വെട്ടാം. നല്ല ഇതേപോലെ കുഴിച്ച് ഒന്ന് വരച്ചെടുക്കുക. എന്നിട്ട് അത് കട്ട് ചെയ്യാം. എന്നിട്ട് ഈ ഒരു ഭാഗം നമുക്ക് ഫ്രണ്ട് പാർട്ടിലേക്ക് വരുന്ന രീതിക്ക് വേണം സ്ലീവ് അറ്റാച്ച് ചെയ്യാൻ. കണ്ടില്ല, ഇതേപോലെ കട്ട് ചെയ്തു. ഇനി ഇവിടെ ഒന്ന് നോച്ചിട്ട് അടയാളപ്പെടുത്താം. എന്നിട്ട് ഈ ഒരു ഭാഗം നമ്മൾ അറ്റാച്ച് ചെയ്യുമ്പോൾ ഫ്രണ്ടിലേക്ക് വരുന്ന രീതിക്ക് വേണം വെക്കാൻ. കണ്ടല്ലോ, ഇതുപോലെ ആ ഒരു കുഴിച്ചട്ടിയ ഭാഗം ഫ്രണ്ടിലേക്ക് വരുന്ന രീതിക്ക് വേണം സ്ലീവ് അറ്റാച്ച് ചെയ്യാൻ. അപ്പോൾ അത് സ്ലീവ് അറ്റാച്ച് ചെയ്തതിന് ശേഷം നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ സ്ലീവ് രണ്ടും നമ്മൾ അറ്റാച്ച് ചെയ്തു. കണ്ടല്ലോ, ഇതേപോലെ അറ്റാച്ച് ചെയ്തെടുത്തു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് കറക്റ്റാക്കി വെച്ചതിന് ശേഷം താഴെയുള്ള ബാക്ക് ഭാഗം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യാനുണ്ട്. അപ്പം ഇതേപോലെ ഷോൾഡർ മുതൽ കറക്റ്റാക്കി വെച്ചതിന് ശേഷം 1.5 ഇഞ്ചിൽ എല്ലാ ഭാഗത്തും ഇതേപോലെ അടയാളപ്പെടുത്തുക. എന്നിട്ട് ആ ഒരു ഭാഗം നമുക്ക് മടക്കി സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട് പാർട്ട് നമ്മൾ ഷോൾഡർ മുതൽ ഇതുപോലെ വലിച്ചു വെച്ചതിന് ശേഷം അവിടെ അടയാളപ്പെടുത്തി. എന്നിട്ട് എല്ലാ ഭാഗത്തും അതേ അളവിൽ അടയാളപ്പെടുത്തി ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ബാക്ക് പാർട്ടിൽ താഴെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി അടുത്തതായിട്ട് നമുക്ക് ക്രോസ് പീസ് ജോയിൻ ചെയ്തതിന് ശേഷം അതിൻ്റെ ഒരു ഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൽ നെക്കിൽ അറ്റാച്ച് ചെയ്യാം. അതിൽ ഇതേപോലെ ഫുള്ളൊന്ന് അറ്റാച്ച് ചെയ്തെടുത്ത് വരാം. അപ്പോൾ നമ്മൾ ക്രോസ് പീസ് നെക്കിൽ അറ്റാച്ച് ചെയ്തെടുത്ത് അത് മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്കൊന്ന് ഹെമ്മിങ് ചെയ്തെടുക്കാനേ ഉള്ളൂ കേട്ടോ. ഇനി അടുത്തതായിട്ട് അത് ലാസ്റ്റ് നമുക്ക് ചെയ്യാം ഹെമ്മിങ് ചെയ്യുന്നത്. ഇനി നമുക്ക് ചെസ്റ്റ് അടയാളപ്പെടുത്താം. ഇതേപോലെ നിവർത്തി വെച്ച് ചെസ്റ്റ് 22 അടയാളപ്പെടുത്തുക. അപ്പോൾ നമ്മുടെ ഈ ഒരു മിഡിൽ എവിടെയാണ് അവിടെ 11 വരുന്ന രീതിക്ക് ടേപ്പ് വെച്ച് 22 അടയാളപ്പെടുത്തുക. അതേപോലെ താഴെ നമുക്ക് എത്രയാണോ എടുത്ത് വേണ്ടത് അത് അടയാളപ്പെടുത്താം. നമ്മൾ ഇതേപോലെ കറക്റ്റാക്കി വെച്ച് എല്ലാ ഭാഗത്തുനിന്ന് പിൻ ചെയ്ത് വെച്ചതിന് ശേഷം നമ്മുടെ അളവുകളൊക്കെ അടയാളപ്പെടുത്തി സൈഡൊന്ന് അറ്റാച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്യൽ. അപ്പോൾ ഇതുപോലെയൊക്കെ ആരെങ്കിലും ചെയ്യുന്നവരുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കണേ. അപ്പോൾ ഇനി നമ്മൾ എല്ലാ ഭാഗത്തും ഇതേപോലെ കറക്റ്റാക്കി വെച്ച് പിൻ ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ചെസ്റ്റ് അളവും വേസ്റ്റ് അളവൊക്കെ എത്രയാണ് കിട്ടിയത് അതൊക്കെ അടയാളപ്പെടുത്തുക. അതേപോലെ സ്ലീവിൻ്റെ വിടുത്തൊക്കെ അടയാളപ്പെടുത്തിയതിന് ശേഷം നമ്മൾ അടയാളപ്പെടുത്തിയ എല്ലാ ഭാഗവും വരച്ചെടുത്ത് ആ വരയിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക.
കണ്ണിലെ ഒരു ഭാഗം നമ്മൾ ഇങ്ങനെ വരച്ചെടുത്ത് ഇനി അടുത്തതും വരച്ചെടുക്കുക. അപ്പോൾ നമുക്ക് സ്ലീവിൻ്റെ ഏറ്റവും താഴെ 5.5 കിട്ടിയത് അത് അടയാളപ്പെടുത്തുക. അതിലേക്ക് 6.5 അതിൻ്റെ മസിലിൻ്റെ ഭാഗത്ത് അടയാളപ്പെടുത്താം. ആം ഹോള് എത്രയാണ് കിട്ടിയത് അത് അടയാളപ്പെടുത്താം. ചെസ്റ്റ് എല്ലാം അടയാളപ്പെടുത്തിയതിന് ശേഷം നമുക്ക് ഈ ഒരു അടയാളത്തിലൂടെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്ത് വരാം. അപ്പോൾ നമ്മുടെ സൈഡ് അറ്റാച്ചിങ് കഴിഞ്ഞു കണ്ടല്ലോ. ഇനി ബാക്കി വരുന്ന ആ ഒരു സീം അലവൻസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞു കണ്ടല്ലോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഈ ഒരു ബ്ലൗസ് കിട്ടിയിട്ടുണ്ട്. നല്ല അതേപോലെ കിട്ടി. അപ്പോൾ കസ്റ്റമർ ഏത് മോഡൽ പറയുന്നുവോ അതൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പം ഈ ഒരു ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു ഹുക്ക് വെച്ചെടുക്കാനുണ്ട്. അതേപോലെ നെക്കിൽ ആ ഒരു ക്രോസ് പീസ് മടക്കി ഉള്ളിലേക്ക് ഇതേപോലെ മടക്കി ഹെമ്മിങ് ചെയ്തെടുക്കാനുണ്ട്. അപ്പം നമ്മുടെ കസ്റ്റമർക്ക് നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട്. അവർക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ വീഡിയോ എല്ലാവർക്കും നല്ല രീതിയിൽ മനസ്സിലായി എന്ന് വിചാരിക്കട്ടെ. ഓക്കെ, ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.